അമേരിക്കയിലെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ റോഡ് ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ക്രൂരമായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ശനിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 4:05 സംഭവം. പരിക്കേറ്റവരെ ഉടൻ തന്നെ പ്രൊവിഡൻസിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ക്യാമ്പസിൽ ഭീതി പടർത്തിയ ഈ ആക്രമണം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് ബ്ലോക്കിന് സമീപമാണ് വെടിവെപ്പ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ക്ലാസുകളും ലാബുകളും പ്രവർത്തിക്കുന്ന ഒരു പ്രധാന മേഖലയിലാണ് ആക്രമണം നടന്നതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒരു സാധാരണ വാരാന്ത്യത്തിൽ നടന്ന ഈ അപ്രതീക്ഷിത ആക്രമണം വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും പരിഭ്രാന്തരാക്കി. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം പ്രൊവിഡൻസ് മേയർ ബ്രൈറ്റ് സ്മൈലി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. അതിനാൽ നിർഭാഗ്യവശാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം, അദ്ദേഹം അറിയിച്ചു. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അധികൃതർ അതീവ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും മേയർ വ്യക്തമാക്കി. അക്രമിക്കായുള്ള തിരച്ചിൽ നഗരത്തിലുടനീളം ഊർജിതമായി തുടരുകയാണ്. പ്രൊവിഡൻസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനൊപ്പം സംസ്ഥാനത്തെ മറ്റ് നിയമപാലക ഏജൻസികളും ഈ തിരച്ചിലിൽ പങ്കുചേർന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ക്യാമ്പസും പരിസര പ്രദേശങ്ങളും പോലീസിന്റെ പൂർണ്ണ നിരീക്ഷണത്തിലാണ്. വെടിവെപ്പ് നടത്തിയ അക്രമിയെക്കുറിച്ച് പ്രാഥമിക വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു. കറുത്ത വസ്ത്രം ധരിച്ച ഒരു പുരുഷനാണ് അക്രമി എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴികളെ അടിസ്ഥാനമാക്കി പോലീസ് നൽകുന്ന സൂചന. ഇയാളെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായവും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വെടിവെപ്പിന് പിന്നിലെ കാരണം ഇതുവരെയും വ്യക്തമല്ല. സംഭവം വ്യക്തിപരമായ വിരോധത്തിന്റെ ഫലമാണോ അതോ ഒരു ക്യാമ്പസ് കൂട്ടക്കൊലയെ ആസൂത്രണം ചെയ്തതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണ പരിധിയിലുണ്ട്. അക്രമത്തിന്റെ സ്വഭാവം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതോടെ മാത്രമേ വ്യക്തമാക്കൂ. സംഭവത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരണവുമായി രംഗത്തെത്തി. വെടിവെപ്പ് ഒരു ഭയാനകമായ കാര്യമാണ്. അക്രമത്തിന്റെ ഇരകൾക്കും ഗുരുതരമായി പരിക്കേറ്റവർക്കും വേണ്ടി രാജ്യം പ്രാർത്ഥിക്കുന്നു, ട്രംപ് പറഞ്ഞു. രാജ്യത്തെ ഈ ദുരന്തത്തിൽ താൻ അഗാധമായി ദുഃഖിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്യാമ്പസുകളിൽ വീണ്ടും ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ തോക്ക് നിയന്ത്രണ നിയമങ്ങൾ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. ബ്രൗൺ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ക്രിസ്റ്റീന എച്ച് പാക്സൺ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും അടിയന്തര നിർദ്ദേശങ്ങൾ നൽകി. നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്തേക്ക് പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം, ക്രിസ്റ്റീന നിർദ്ദേശിച്ചു. എല്ലാവരും സുരക്ഷിതമായ മുറികളിൽ തുടരണമെന്നും അവർ അഭ്യർത്ഥിച്ചു. വെടിയുതിർത്ത പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ക്യാമ്പസിന്റെ പല ഭാഗങ്ങളും അടച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റും പോലീസ് സംയുക്തമായി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നു. ഈ ആക്രമണം സമൂഹത്തിൽ വലിയ ഭയത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമായിട്ടുണ്ട്, ക്രിസ്റ്റീന എച്ച് പാക്സൺ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും ക്യാമ്പസിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അവർ ഉറപ്പു നൽകി. ഈ സംഭവം അമേരിക്കൻ ക്യാമ്പസുകളിലെ സുരക്ഷാ പ്രോട്ടോകോളുകളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബ്രൗൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ സുരക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കേണ്ടി വരും. പോലീസും മറ്റ് ഫെഡറൽ ഏജൻസികളും ഈ സംഭവത്തിന്റെ എല്ലാ കോണുകളും അന്വേഷിക്കുന്നുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ ഈ ദുരന്തം രാജ്യത്തിന്റെ മനസാക്ഷിയെ ഉലച്ചിരിക്കുകയാണ്.